വന്നിട്ടുള്ളത് ഇന്ന് പരൂരുള്ള ക്രയോൺ സ്കൂൾ വെച്ചിട്ടുള്ള ഒരു ഫുഡ് ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അത് ഞാൻ നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്യാന്ന് കരുതിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ക്രയോൺ സ്കൂളിൻ്റെ പഠിക്കലാണ്. നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. അപ്പോൾ ഇതാണ് ക്രയോൺ സ്കൂള്. ഈ സ്കൂളിലേക്ക് നമുക്കൊന്ന് കയറി നോക്കാം. ഇന്നിവിടെ ഫുഡ് ഫെസ്റ്റ് നടന്നിരിക്കുകയാണ്. അതിൻ്റെ കുറച്ച് ബഹളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിതിൻ്റെ സാരഥിയെ ഒന്ന് പരിചയപ്പെടാം. ഹായ്. എന്താണ് ഇത്തയുടെ പേരെന്താ? സബിത. ഓക്കെ. ഇവിടെ ഈ സ്കൂൾ തുടങ്ങിയിട്ട് എത്ര ഇയറായി? 2 വർഷം. ഈ സ്കൂള് എന്താണ് ഇത്? ഈ സ്കൂൾ കൊണ്ടുള്ള ഒരു സ്കൂളിനെ പറ്റിയിട്ട് കുറച്ച് 2 വാക്ക് നമ്മളോട് പറയും. കുട്ടികളുടെ ഓവറോൾ ഡെവലപ്മെന്റ് ആണ് നമ്മൾ എയിം ചെയ്യുന്നത്. ഓക്കെ. ഒരു സ്ഥാപനത്തിൽ തന്നെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ അക്കാദമിക് ആൻഡ് ക്രിയേറ്റീവായ കുട്ടികളുടെ കഴിവുകളെ ഡെവലപ്പ് ചെയ്യാനും കൂടെ നമുക്കിവിടെ മ്യൂസിക് അക്കാദമി ഉണ്ട്. ക്രയോൺസ് മ്യൂസിക് അക്കാദമി, ക്രയോൺസ് പ്രീ സ്കൂളും, അതിനോടൊപ്പം ആഡ്ര സെന്റർ ഫോർ കൗൺസിലിംഗ്. ഇത് ഡിഫറെന്റ്ലി ഏബിൾ ആയ കുട്ടികൾക്ക് ട്രെയിനിങ്ങും തെറാപ്പിയും കൊടുക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. ഇവിടെ ഇങ്ങനെ ഇടയ്ക്ക് ഒരുപാട് പരിപാടികൾ നടക്കാറുണ്ടല്ലോ. ഞാനും വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കേക്ക് ഫെസ്റ്റിന് ഞാനും വന്നിട്ടുണ്ടായിരുന്നു. വിസ്റ്റ സംഘടിപ്പിച്ച്. അതിനെ കുറിച്ച് ഒന്ന് പറയാമോ? നമ്മുടെ കുട്ടികളുടെ ഓവറോൾ ഡെവലപ്മെന്റ് ആണ്. അവർക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടുമ്പോഴാണ് അവർ ഡെവലപ്പ് ആവും. ഇത്തരം അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ. ഇന്നിവിടെ വേറെ എന്തൊക്കെ പരിപാടികളാണ് ഉള്ളത്? ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. നമ്മുടെ എക്സിബിഷൻ ഉണ്ടായിരുന്നു, സയൻസ് ആൻഡ് മാത്സ് എക്സിബിഷൻ. ഇന്നലെ ആർട്ട് ഫെസ്റ്റ് കഴിഞ്ഞു. ഇന്ന് ലാസ്റ്റ് ഫുഡ് ഫെസ്റ്റ്. ഓക്കെ. ഇന്ന് ഇതിപ്പോ കാലത്ത് 10 to 5 o'clock അല്ലേ? വരെയാണ് പ്ലാൻ ചെയ്തത്. ഓക്കെ. അപ്പൊ എന്തായാലും വളരെയധികം നന്ദി എനിക്ക് മുന്നിൽ സഹകരിച്ചതിന്. നമുക്ക് ഫുഡിന്റെ സ്റ്റാളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇതെന്താ? ടെൻഡർ കോക്കനട്ട് പുഡിങ്. അതെടുത്തിട്ടില്ല കേട്ടോ. ബട്ടർ സ്കോച്ച് കേക്ക് ഉണ്ട്, മാഗി കേക്ക്, മക്രോണി കേക്ക്, എഗ് കേക്ക്, ചിക്കൻ കേക്ക്. ഇവിടെ കുറേ സ്റ്റാൾ ഇനിയും റെഡി ആവാനുണ്ട്. ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മൾ കുറച്ച് നേരത്തെ ആയി. ചന ചാറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഫുഡ് ഐറ്റംസ്. ഇനിയും സ്റ്റാൾ റെഡി ആവാനുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ. ഇത് ക്രയോൺ സ്കൂളിന്റെ ടീച്ചേഴ്സിന്റെ ഒരു സ്റ്റാളാണ്. ഇവിടെ തന്നെ പഠിപ്പിക്കുന്ന ടീച്ചറുടെ പേരെന്താ? ആബിദ, റാഷിദ. നിങ്ങൾ എന്താണ് ഇന്ന് സ്റ്റാളിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്? എന്തൊക്കെയാണ് ഐറ്റംസ്? അതെന്താ? ഓ ശരി. ഞാൻ ആദ്യമായിട്ട് കാണാൻ കേട്ടോ ഈ സംഭവം. രസം. ഓക്കെ. ചനാച്ചാട്ട്. ഇത് ഞാൻ കഴിച്ചു. സൂപ്പറാണ് കേട്ടോ. ഓക്കെ. സോയ ബജി. ഓക്കെ. വേറെന്താ പറയാനുള്ളത്? എങ്ങനെ? ഇവിടുത്തെ സ്റ്റുഡന്റ് സ്റ്റാൾ ഇട്ടിട്ടുണ്ടോ? ഓക്കെ. ഓക്കെ. ശരി എന്നാ. അപ്പൊ ഇതാണ് ക്രയോൺ സ്കൂളിന്റെ സ്റ്റുഡന്റിന്റെ സ്റ്റാള്. മോളെ പേരെന്താ? ഇസ. എന്താ ഇവിടെ എന്താ ചെയ്യണേ? ഡാൻസ് പഠിക്കണേ. അപ്പൊ ഇവിടെ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ടല്ലേ? ഓക്കെ. മോൾ എന്താണ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്? ചിക്കൻ അലീസ, ഓണിയൻ റിങ്. ഓക്കെ. ഈ സ്കൂളിനെ കുറിച്ചും ഇവിടുത്തെ ടീച്ചേഴ്സിനെ കുറിച്ചിട്ടും മോളുടെ അഭിപ്രായം എന്താ? പിന്നെ ഇവിടെ ഇങ്ങനത്തെ കുറെ പ്രോഗ്രാംസ് നടക്കാറുണ്ട്. ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിനോട്ട് ടീച്ചേഴ്സിന് എല്ലാവർക്കും
സ്റ്റുഡന്റിന്റെ സ്റ്റാളാണ് കേട്ടോ. നമുക്ക് ഇവർ എന്തൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് ചോദിക്കാം. അതിന് മുമ്പ് ഇവരൊന്ന് പരിചയപ്പെടാം. എന്താ പേര്? അദ്വൈത്. ഇയാളുടെ പേരെന്താ? അസീം. ഓക്കെ, നിങ്ങൾ എന്താണ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്? പഴംപൊരി, കായ്പോള. സ്കൂളിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക്? എന്താ പറഞ്ഞോളൂ. എങ്ങനെ? ആ, പിന്നെ നല്ല ടീച്ചേഴ്സാണ്. അതെന്താ നിങ്ങൾ അടിക്കാറൊന്നുമില്ലേ? ഇല്ല. ഏത് ക്ലാസ്സിൽ പഠിക്കണം ഇവിടെ? 8ല്. അപ്പൊ ഇവിടെ ആ ക്ലാസ് എത്ര ഏത് ക്ലാസ് മുതലാണ് തുടങ്ങണത് ഇവിടെ? സ്റ്റാർട്ടിങ് KG മുതലുണ്ട്. ഓക്കെ. മോൻ ഏത് ക്ലാസ്സിലാ? 5th. ഓക്കെ, ശരി. ഞാൻ ഫുഡിന്റെ സ്റ്റാളൊക്കെ കണ്ടു വന്നപ്പോൾ ഇതാ ഇവിടെ വേറെ ഫുഡ് ഫെസ്റ്റ് മാത്രമല്ല ഡ്രസ്സിന്റെ കുറച്ച് സെലക്ഷനും കൂടി കണ്ട് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. എന്താ പേര്? സുമീജ. ഇത് എന്ത് സംഭവം? പ്രൊഡക്ഷനാണ്. ഹോൾസെയിലായിട്ട് ഷോപ്പുകൾക്കൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ പുറത്തുനിന്ന് ക്ലോത്ത് എടുത്തിട്ട് നമ്മൾ ഓൺ ഇതിലാണ് ചെയ്യുന്നത്. ഗസാനിയ എന്നാണ് നമ്മുടെ ഷോപ്പിന്റെ പേര്. ഗസാനിയ. എവിടെ സ്ഥലം? എവിടെയാണ്? ഇവിടെ പരൂരാണ്. ക്രയോൺസ് സ്കൂളിന്റെ അടുത്ത് തന്നെയാണല്ലേ? ഇവിടെ ഇതടെ മോളും പഠിക്കുന്നുണ്ടല്ലേ? ഇവിടെ ഡാൻസ് സ്കൂളിൽ. നമ്മൾ പരിചയപ്പെട്ട് ഫുഡുമായിട്ട് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഡ്രസ്സ് നോക്കട്ടെ. ഇത് എന്താ പറയുക, നിങ്ങൾ തന്നെ സ്റ്റിച്ച് ചെയ്യണമെന്ന്? ഒന്ന് ജസ്റ്റ് ഒന്ന് ടോപ്പ് എന്തെങ്കിലും ഒക്കെ ഒന്ന് കാണിച്ചു തരും. ഇതിപ്പോ നോർമലി കാഷ്വൽ വെയർ ആയിട്ട്. ഓക്കെ. ഓക്കെ. നിങ്ങളുടെ ഡിസൈൻ, നിങ്ങൾ പറയുന്ന ഡിസൈനുകൾ വേണമെങ്കിൽ ചെയ്യാം. അതല്ല നമ്മുടെ നമ്മൾ പ്രൊഡക്ഷൻ കഴിഞ്ഞ് വെച്ചിട്ടുള്ള സാധനം വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ പ്രൊഡക്ഷൻ റേറ്റിന് എടുക്കാം. ഓക്കെ. 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 അങ്ങനെ ഈ ഡ്രസ്സ് കൂടാതെ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ആയിട്ട് വേറെ എന്താണുള്ളത്? ഞങ്ങളുടെ തന്നെ ഇതില് മൈലാഞ്ചി ഇട്ട് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ മേക്കപ്പും നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. ബ്രൈഡൽ. ഓക്കെ. 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 അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഡ്രസ്സുകൾ ഇതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എന്താണ് ഗസാനിയ അല്ലേ? ഗസാനിയയിലേക്ക് പോയാൽ മതി. പരൂരാണല്ലേ സ്ഥലം? പരൂര്. ഓക്കെ. ഇവിടെ സെയിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ. ഞാനിവിടെ ഫസ്റ്റ് കേക്ക് കോമ്പറ്റീഷന് വിസ്റ്റയുടെ കേക്ക് കോമ്പറ്റീഷൻ കണ്ടക്ട് ചെയ്ത ഒരാളാണിത്. പേര് ലിജിത്ത. എന്താണ് ലിജിത്ത നിങ്ങളുടെ വിസ്റ്റയുടെ? വിസ്റ്റ സ്ത്രീ ശാക്തീകരണം അല്ലേ? അതുകൊണ്ട് ഉദ്ദേശിക്കണ വിസ്റ്റ കൊണ്ട് ഉദ്ദേശിക്കണ കേട്ടാ. നെക്സ്റ്റ് നമുക്ക് വേറൊരാളെ പരിചയപ്പെടാം. ജസിത്ത, ലിയാന. ഇതൊക്കെ ഞങ്ങൾ കേക്ക് ഫെസ്റ്റിവലിന് വന്നപ്പോ പരിചയപ്പെട്ടിട്ടുള്ള എന്റെ ഫ്രണ്ട്സ് ആണ് കേട്ടോ. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? എന്റെ ചാനൽ കാണാറുണ്ടോ? അത് ആദ്യം ചോദിക്കട്ടെ. കാണാറുണ്ട്. ഓക്കെ. ഓക്കെ. ഉഷാറല്ലേ? ഓക്കെ. നേരത്തെ കാണാത്തൊരു പുതിയൊരു സ്റ്റാൾ ഇവിടെ കണ്ടു കേട്ടോ. കുട്ടി ഷെഫൊക്കെ ഉണ്ടല്ലോ. ഷെഫിന്റെ പേരെന്താ? ഹേസൽ ഡേവിഡ്. ഓ, വെരി ഗുഡ്. എന്താ നിങ്ങളുടെ പേരെന്താ? ബ്ലസ്സി. അപ്പൊ ഇതേ സ്കൂളില് പഠിക്കുന്ന ആളെ ഒരു പാരന്റിനെ കിട്ടിയിട്ടുണ്ട്. എന്താണ് ഈ സ്കൂളിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം? നല്ല അഭിപ്രായം തന്നെ. ഇവിടുത്തെ അറ്റൻഷനും കെയറൊക്കെ കുട്ടികൾക്ക്, എല്ലാ കുട്ടികൾക്കും ഈക്വൽ ആയിട്ട് കൊടുക്കുന്ന കാര്യമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഓക്കെ. ഓക്കെ. അപ്പൊ നിങ്ങളൊന്നും ഇവിടെ ഈ ഫുഡ് ഫെസ്റ്റുമായിട്ട് ഫുഡ് ആയിട്ട് വന്നിട്ടുണ്ടല്ലേ? ഓക്കെ. നമ്മൾ കണ്ടോ, തുറന്ന് കാണിച്ചു കൊടുക്കാമോ? ഓക്കെ. വട്ടയപ്പം. ഓക്കെ. ബീഫ് കട്ട്ലറ്റ്. ഓക്കെ. ഓക്കെ. നമ്മുടെ കുട്ടി ഷെഫ് എന്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? എന്താ കൊടുത്തിട്ടുള്ളത്? ചോക്ലേറ്റ്. എവിടെ ചോക്ലേറ്റ്? എവിടെ? ഓക്കെ. എന്ത് ചോക്ലേറ്റാ? കിറ്റ്കാറ്റ്. ഓ, വെരി ഗുഡ്. എന്താ പറഞ്ഞേ? എന്താ വേറെ മിഠായി ഉള്ളേ? മിൽക്കി ബാറും കൂടെ ഉണ്ടല്ലേ? ഓക്കെ. അപ്പൊ പരിചയപ്പെട്ടതിൽ വളരെയധികം സന്തോഷം കേട്ടാ. ഇവിടെ നമുക്കൊരു പാരന്റിനും ഒരു സ്റ്റുഡന്റിനും ക്രയോണിന്റെ തന്നെ സ്റ്റുഡന്റിനും കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഹായ്. എന്താ പേരെന്താ? ഞാൻ പറയണ മുന്നേ തന്നെ മറ്റാളും കേട്ട് ഹായ് തന്നിക്കണ കേട്ടാ. എന്താ പേരെന്താ? എന്താ? ശ്രീറാം. ഓക്കെ. ഇതെന്ത് പായസ? അട അല്ല. ഓക്കെ. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയാട്ടാ എന്താണെന്നുള്ളത്. സൂപ്പർ ആട്ടാ. ഇതാരുണ്ടാക്കിയത്? അമ്മ ഉണ്ടാക്കിയ പായസമാണ്. പരിപ്പ് പായസമാണ്. എന്താ ചേച്ചിയുടെ പേരെന്താ? അനില പ്രബോഷ്. ഓക്കെ. വർക്ക് ചെയ്യുന്നുണ്ടോ?
ഇവിടെ ടീച്ചറാണോ? ആ അത് ശരി, ട്രെയിനറായിട്ട് കയറിയിട്ടുള്ളത്. ഓക്കെ, എന്താണ് സ്കൂളിലത്തെ കുട്ടികളെ കുറിച്ച് എന്താ അഭിപ്രായം? കുട്ടികളെ കുറിച്ചിട്ട് മെയിൻ എക്സ്പീരിയൻസ് സ്വന്തം മകൻ തന്നെയാണ്. ആ കുഴപ്പമില്ല. ഞങ്ങള് കൂടുതലായിട്ട് ഈ പഠന വൈകല്യത്തിൽ ഒരു റിസർച്ച് ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ടീച്ചറുടെ കൂടെ കുട്ടികളിലുള്ള പഠിക്കാനുള്ള ബുദ്ധിമുട്ടും അവര് മടി അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതലായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, അങ്ങനെയുള്ള യോഗ, ടീച്ചറുടെ കുറച്ച് സ്പെഷ്യലായിട്ടുള്ള എക്സസൈസുകൾ, ബ്രെയിൻ ജിമ്മ്, അങ്ങനെയുള്ള തെറാപ്പികള്, അങ്ങനെയുള്ള കുറച്ച് ടീച്ചറുടെ കുറച്ച് ഹിപ്നോതെറാപ്പി അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് നമ്മൾ കുട്ടികളെ കൂടുതലായിട്ട് അവരിലുള്ള കഴിവുകളെ വർദ്ധിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളോട് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു.